ജനകീയ വാർത്താ നേരത്തിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രേക്ഷകരിലേക്ക് നേരിട്ടെത്തിക്കാനും അതിന് പരിഹാരം നിർദ്ദേശിക്കാനുമുള്ള വാർത്താ നേരമാണ് നമ്മളിനി കടക്കാൻ പോകുന്നത്. ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ 24-ന് കഴിയാവുന്നതിന്റെ പരമാവധി വാർത്താ ഇടപെടൽ ഉണ്ടാകുമെന്ന പതിവുറപ്പോടെ നമുക്ക് ആരംഭിക്കാം. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. കേരളം ഒന്നാകെ എല്ലാ ജനങ്ങളും നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നത്തിലേക്കാണ് നമ്മൾ ആദ്യം കടക്കുന്നത്. കാൽനട യാത്രക്കാർക്കുൾപ്പെടെ വെല്ലുവിളി ഉണ്ടാക്കിക്കൊണ്ട് ചീറിപ്പായിയാണ് സ്വകാര്യ ബസ്സുകൾ. മത്സരയോട്ടം അങ്ങനെ പതിവായി നടക്കുകയാണ്. ഇന്ന് രാവിലെ കളമശ്ശേരിയിൽ സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടത്തിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുന്നു. ഗതാഗത വകുപ്പ് നടപടി കടുപ്പിക്കുമ്പോഴും പുല്ലുവില കൽപ്പിച്ചാണ് സ്വകാര്യ ബസ്സുകളുടെ ഈ മരണപ്പാച്ചിൽ. പ്രൈവറ്റ് ബസ്സുകളുടെ ചീറിപ്പാഞ്ഞുള്ള മത്സരയോട്ടത്തിൽ നിരത്തുകളിൽ പൊലിഞ്ഞില്ലാതാകുന്നത് ഇത്തരത്തിൽ പാവപ്പെട്ടവരുടെ ജീവനുകളാണ്. മത്സരയോട്ടത്തിൽ ജീവനുകൾ പൊലിയുന്നത് തുടർക്കഥയാവുകയാണ്. സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടത്തിനിടെ സ്വിഗ്ഗി ജീവനക്കാരനായ യുവാവിന്റെ ജീവനാണ് ഇന്ന് കളമശ്ശേരിയിലെ നിരത്തിൽ പൊലിഞ്ഞത്. ആലുവയിലേക്ക് പോയ ബിസ്മില്ല എന്ന സ്വകാര്യ ബസ്സാണ് ഇടിച്ചത്. മറ്റൊരു ബസ്സിനെ മറികടന്ന് മുന്നോട്ടു പോകുമ്പോഴാണ് അബ്ദുൽ സലാം സഞ്ചരിച്ച ബൈക്കിൽ തട്ടുന്നത്. ബസ് തട്ടി താഴെ വീണ യുവാവിന്റെ ദേഹത്തുകൂടി ബസിന്റെ പിൻചക്രങ്ങൾ കയറിയിറങ്ങി. സമാന സംഭവം ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നേരോ ആയിട്ടുള്ള റോഡാണ്. ഇതേപോലെ തന്നെ കഴിഞ്ഞ ജൂലൈ 5-ന് ബസ്സുകാരൻ വളരെ സ്പീഡിൽ പോകുന്നതും ഒരു കാറ് അതിന്റെ ചുമരിലേക്ക് ജാമാക്കി ബസ്സിലുള്ള ആളുകൾ വളരെ രൂക്ഷമായിട്ടൊക്കെ സംസാരിക്കുന്ന സംഗതികൾ കണ്ടായിരുന്നു. അപ്പൊ ഇന്ന് അതേപോലെ തന്നെ ഒരു സംഗതിയാണ് നമ്മളെ കണ്ണിന് മുമ്പിൽ കണ്ടത്. മത്സരിച്ചോടുന്ന ബസ്സുകൾ പരസ്പരം ഓവർടേക്കിംഗ് അനുവദിക്കാതെയും നിരത്തിൽ തലങ്ങും വിലങ്ങും പായുന്നത് യാത്രക്കാർക്കും മറ്റു വാഹനയാത്രക്കാർക്കും ഭീതി സൃഷ്ടിക്കുകയാണ്. ഒരു വണ്ടിയും കയറ്റി വിടില്ല, എപ്പോഴും വട്ടം വെച്ച് ഓടിക്കുന്ന ആൾക്കാരാണ് പ്രൈവറ്റ് ബസ്സുകാരെന്ന് പറഞ്ഞാൽ. എവിടെയും നോക്കിയാലും ബ്ലോക്ക് പരമാവധി ഉണ്ടാക്കുന്നു ഇവരാണ്. മറ്റുള്ളവർക്ക് ഒരു കണക്കിന് ശല്യമാണ് ഇവർ. എന്താ ഇവരെ ആശ്രയിക്കാണ്ട് പറ്റില്ലല്ലോ. നമുക്കും ജീവിക്കണ്ടേ. നമ്മളും വണ്ടി കൊണ്ട് നടക്കുന്നല്ലേ റോഡിൽ കൂടെയൊക്കെ. ബസ് തൊഴിലാളികൾക്കിടയിൽ ലഹരി ഉപയോഗിക്കുന്നവർ ഏറി വരുന്നതായാണ് വിവരം. ഡ്യൂട്ടി സമയങ്ങളിൽ പോലും ലഹരി ഉപയോഗിക്കുന്നവരുണ്ടെന്ന് യാത്രക്കാർ പറയുന്നു. മത്സരക്കൂട്ടം വളരെയധികം ഹീനമായ രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവർ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്താണെന്ന് പോലീസ് പോലും ഇപ്പോൾ കണ്ടുപിടിക്കുന്നില്ല. സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം നിയന്ത്രിക്കാൻ മോട്ടോർ വാഹന വകുപ്പും പോലീസും ഇടപെടണമെന്ന് യാത്രക്കാർ പറയുന്നു. നിരത്തുകളിലെ ഇത്തരം മത്സരയോട്ടം കാരണം പൊലിയുന്നത് പല കുടുംബങ്ങളുടെയും അത്താണിയാകുന്ന ജീവനുകളാണ്. നിരത്തുകളെ കുരുതിക്കളമാക്കിയാണ് പ്രൈവറ്റ് ബസ്സുകളുടെ മത്സരയോട്ടം. കാൽനട യാത്രക്കാരും ചെറുവാഹനങ്ങളും മരണഭീതിയോടെ മാത്രമാണ് നിരത്തിലിറങ്ങുന്നത്. ഇതിനെതിരെ ശക്തമായ നടപടി വേണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. സജിൽ ഗുരുവായൂരിനൊപ്പം സൂര്യശ്രീ, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. ഒരാഴ്ച മുൻപാണ് 24 ഒരു ലൈവ് തോൺ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയത്. ഒരു പകൽ നേരം, അതിന്റെ പകുതി നേരം മൊത്തമായി ഈ വിഷയത്തിൽ മാറ്റിവെക്കുകയായിരുന്നു 24. അന്ന് ഒരുപാട് വാർത്തകൾ, ഒരുപാട് സംഭവങ്ങൾ ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അന്ന് ഗതാഗത മന്ത്രി പറഞ്ഞിരുന്നു ഇതിൽ എന്തെങ്കിലും ഒരു ഇടപെടൽ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാകുമെന്നുള്ളത്. അതിന് മുൻപേ തന്നെ ഗതാഗത മന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. ഇത്തരം ഈ മത്സരയോട്ടത്തിൽ നിന്നും മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ വേഗം കുറയ്ക്കാനുള്ള വേഗപ്പൂട്ടുകൾ സ്വകാര്യ ബസ്സുകൾ നിർബന്ധമാക്കണമെന്ന്. പക്ഷേ അതിനോട് അനുകൂലമായിട്ടല്ല അന്ന് സ്വകാര്യ ബസ് ഉടമകൾ പ്രതികരിച്ചത് എന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും ഈ ബസ്സുകളുടെ മത്സരയോട്ടത്തിന് ആര് ബ്രേക്കിടും എന്ന ചോദ്യമാണ് ഇപ്പോൾ എല്ലാ കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നത്. ഇനിയും അധികൃതർ ഇടപെട്ടില്ലെങ്കിൽ നിരത്തിൽ നിരവധി ജീവനുകൾ ഇനിയും പൊലിയുമെന്നാണ് ജനങ്ങൾ പറയുന്നത്. ചില പ്രതികരണങ്ങളിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. പ്രൈവറ്റ് ബസ്സുകാരെ കടിഞ്ഞാണെടുത്തോളം കാലം ഈ രാജ്യം നന്നാവില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഇവിടെ കുറച്ച് രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥ ഭരണം നിലനിൽക്കുന്ന ഈ രാജ്യത്ത് ഇതിനൊരു പരിഹാരം എത്രയും വേഗം ഉണ്ടാകും. മനുഷ്യ ജീവനുടെ വില വേണം. പിന്നെ അതിനകത്ത് കുറെ പാട്ടുമൊക്കെ ഇട്ടാ ഒരു വണ്ടി ഓടിക്കുന്നു. ട്രാൻസ്പോർട്ട് ബസ്സിന് നമ്മൾ യാത്ര ചെയ്യുന്നില്ല, അവരെത്ര കേട്ടല്ലല്ലോ പോകുന്നത്. പൊതുവെ റോട്ടിൽ കൂടി അവര് ബ്രേക്ക് ഔട്ടില്ല ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കണല്ലോ. നമുക്കിങ്ങനെ വഴി കൂടെ ഒക്കെ നടക്കാൻ വേണ്ടിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ സീബ്ര ക്രോസിന്റെ ഉള്ളിൽ കൂടെ ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മുടെ സൈഡിൽ കൂടെ ഒക്കെ ആയിരുന്നു ബസ് പോയിണ്ടായിരുന്നത് കുറച്ചു മുന്നേ. അപ്പൊ അത് ഞങ്ങളിപ്പോ പറയുകയും ചെയ്തു, ഈ പച്ച ബസ്സുള്ള ആൾക്കാരായിരുന്നു കൂടുതൽ പോയിണ്ടായിരുന്നത്. അപ്പൊ അവരിങ്ങനെ ഭയങ്കര നമ്മൾ അടുത്തുകൂടെ പോയപ്പോ നമുക്ക് ഭയങ്കര ഇഞ്ചുറീസ് ആവാനുള്ള ചാൻസ് കൂടുതലല്ലോ. ടൈമല്ല, അവര് ടൈം നോക്കിയാണല്ലോ ഓടിക്കുന്നത്.
നമ്മളെ കൊന്നിട്ട് വണ്ടി ഓടിച്ചിട്ട് എന്താ കാര്യം? ഇവിടെ നിയമത്തിന്റെ വഴിക്ക് പോവുകയാണ്. പക്ഷെ അവന് ശിക്ഷിക്കപ്പെടുന്നില്ല എന്ന് സാർ. ഇവിടെ ശിക്ഷിക്കപ്പെട്ട് ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല. അതൊരു തർക്കം വേണ്ട കാര്യത്തിൽ. ഇടുക്കിയിൽ നിന്ന് ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്കാണ്. ഇടുക്കി തിങ്കൾക്കാട്ടിൽ 6 വയസ്സുകാരിയെ കാറിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അസം സ്വദേശി കൃഷ്ണന്റെ മകൾ കൽപ്പനയാണ് മരിച്ചത്. കുട്ടിയെ കാറിനുള്ളിൽ ഇരുത്തി മാതാപിതാക്കൾ ഏലത്തോട്ടത്തിൽ ജോലിക്ക് പോയ സമയത്തായിരുന്നു ഈ അപകടം എന്നാണ് അറിയുന്നത്. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. രാഹുൽ, അത്യന്തം ദുഃഖകരമായ ഒരു വാർത്തയാണിത്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്താണ്? പ്രജിൻ, ഉടുമ്പൻചോല പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽപ്പെട്ട തിങ്കൾക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ അപകടം നടന്നിരിക്കുന്നത്. ഈ അസം സ്വദേശിയായിട്ടുള്ള കൃഷ്ണന്റെ മകൾ കൽപ്പന, അവർ കുറച്ച് നാളുകളായിട്ട് കേരളത്തിലുണ്ട്. കൃഷ്ണനും ഭാര്യയും തോട്ടം തൊഴിലാളികളാണ്, ഏലത്തോട്ടത്തിൽ ജോലി ചെയ്യുന്നതാണ്. കഴിഞ്ഞ 2 ദിവസമായി ഈ കൽപ്പന എന്ന 6 വയസ്സുകാരിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പനിയും ഛർദിയും ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇതിനെ തുടർന്നുള്ള ചികിത്സ തേടുകയും ചെയ്തതാണ്. ഇന്ന് രാവിലെ ജോലിക്ക് പോകുന്നതിന്റെ ഭാഗമായിട്ട് തോട്ടത്തിലെത്തുകയും തോട്ടത്തിന് സമീപത്തായി നിർത്തിയിട്ടിരുന്ന തോട്ടം ഉടമയുടെ കാറിനുള്ളിൽ കുട്ടിയെ ഇരുത്തിയിട്ട് ജോലിക്ക് പോയതുമാണ് ഈ മാതാപിതാക്കൾ. എന്നാൽ ഈ കാറ് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഈ ഉടമ എത്തുകയും ഈ മാതാപിതാക്കളോട് കുട്ടിയെ കാറിനുള്ളിൽ നിന്ന് എടുക്കണമെന്ന് പറയുകയും ചെയ്തു. ഈ ഘട്ടത്തിൽ ഈ മാതാപിതാക്കൾ എത്തി നോക്കുമ്പോഴാണ് കുട്ടിക്ക് ബോധമുണ്ടായിരുന്നില്ല. ഉടൻ തന്നെ രാജാക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. എന്നാൽ അവിടെ എത്തിയപ്പോൾ കുട്ടിയുടെ മരണം സംഭവിച്ചിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. നിലവിൽ ഈ കുട്ടിയുടെ മൃതദേഹം രാജാക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള ദുരൂഹത ഉണ്ടായിട്ടുള്ളതായി പോലീസ് പറയുന്നില്ല. ദേഹത്ത് മറ്റേതെങ്കിലും മുറിവുകളോ പാടുകളോ അസ്വാഭാവികമായിട്ടുള്ള ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നുള്ള മരണം തന്നെ ആയിരിക്കാനാണ് സാധ്യത എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് കണക്കാക്കുന്നത്. മറ്റ് വിശദമായിട്ടുള്ള കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭിച്ചതിന് ശേഷമേ മനസ്സിലാക്കാൻ കഴിയൂ. ശരി, രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. വയനാട് കൽപ്പറ്റ നഗരത്തിലെ പഴയ ബസ് സ്റ്റാൻഡിലെത്തിയാൽ മൂക്ക് പൊത്താതെ നടക്കാൻ കഴിയില്ല എന്ന അവസ്ഥയാണ്. കക്കൂസ് മാലിന്യം ഒഴുകിപ്പരന്ന് ദുർഗന്ധം വമിക്കുന്ന നിലയിലാണ് ആ സ്ഥലം ഇപ്പോഴുള്ളത്. മാലിന്യ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് LDF കൗൺസിലേഴ്സ് ബസ് സ്റ്റാൻഡ് ഉപരോധിച്ചു. വ്യാപാരികൾക്കും യാത്രക്കാർക്കും ഉൾപ്പെടെ ഏറെ ബുദ്ധിമുട്ടാണ് ഇവിടെ അനുഭവിക്കേണ്ടി വരുന്നത്. മൂക്ക് പൊത്തണം കൽപ്പറ്റ പഴയ ബസ് സ്റ്റാൻഡിൽ എത്തുന്നവർ. കക്കൂസ് മാലിന്യത്തിന്റെ കുത്തൊഴുക്കാണ് ഇവിടെ. യാത്രക്കാർക്കടക്കം ദുരിതമാണ് ഈ ബസ് സ്റ്റാൻഡ് നൽകുന്നത്. മാലിന്യമുക്തമായ നഗരത്തിലേക്ക് എത്തിയോ കൽപ്പറ്റ? അത്തരം ശ്രമങ്ങൾക്ക് തന്നെ അപവാദമാണ് ഈ പഴയ ബസ് സ്റ്റാൻഡ്. ഇവിടെ ഒഴുകിപ്പരക്കുന്നത് കക്കൂസ് മാലിന്യം. നഗരസഭയുടെ പൊതു ശൗചാലയത്തിൽ നിന്നാണ് ഈ വിധം മാലിന്യം ഒഴുകുന്നത്. ഈ ദുരവസ്ഥ പലതവണ കൗൺസിലിൽ ചൂണ്ടിക്കാട്ടിയിട്ടും നടപടിയുണ്ടായിട്ടില്ലെന്നാണ് LDF കൗൺസിലർമാരുടെ ആരോപണം. നഗരസഭയുടെ സ്വന്തമായിട്ടുള്ള ഈ കക്കൂസ് മാലിന്യം ഒഴിവാക്കുന്നതിനുള്ള യാതൊരു നടപടിയും എടുക്കുന്നില്ല. ഇനി താൽക്കാലികമായെങ്കിലും പരിഹാരം കാണൂ, സ്ഥിരമായിട്ടുള്ള പരിഹാരം പിന്നീടാവാം എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു നോക്കി. പക്ഷെ അതൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ബസ് സ്റ്റാൻഡ് ഉപരോധിച്ചായിരുന്നു LDFന്റെ പ്രതിഷേധം. മഴ പെയ്താൽ ഇതാണ് ബസ് സ്റ്റാൻഡിന്റെ സ്ഥിതി. മാലിന്യം ഒഴുകിയെത്തുന്നത് റോഡിലേക്കാണ്. ഏറെക്കാലമായി അവസ്ഥ ഈ വിധം തന്നെ. ഒരു വർഷത്തിൻ്റെ അടുത്തായി പറഞ്ഞാൽ ഈ പ്രയാസം അനുഭവിക്കാൻ വേണ്ടി മുനിസിപ്പാലിറ്റിയോട് പറഞ്ഞിട്ട് ഒരു പ്രയോജനം. ഈ പണി നടക്കുമ്പോൾ 2 മാസം അവിടെ പൂട്ടിയിട്ടു. 2 മാസത്തിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ചെയ്ത് പരിഹരിക്കാവുന്ന ഒരു വിഷയമായിരുന്നു. അതിന് പോലും അവർ ശ്രമിച്ചില്ല. ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നാണ് നമ്മൾ പ്രത്യക്ഷത്തിൽ കാണാം. കൗൺസിലർമാരോടൊക്കെ നമുക്ക് പറയുന്നതിന് ഒരു പരിധിയുണ്ട്. അവരിതൊക്കെ വന്ന് ചെയ്യാവുന്ന നമ്മൾ പറയുന്ന വിഷയം അവർ ഗൗരവത്തിലേ എടുക്കൂല. ബത്തേരിയിലേക്കും മാനന്തവാടിയിലേക്കുമുള്ള ബസ് സ്റ്റോപ്പ് പരിസരത്ത് പുതിയ ടോയ്ലറ്റ് ബ്ലോക്ക് നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. 15-ാം തീയതിക്ക് ഇത് തുറന്നു നൽകുമെന്ന് നഗരസഭാ ചെയർമാൻ വ്യക്തമാക്കി. ഈ ടോയ്ലറ്റ് ബ്ലോക്ക് തുറക്കുന്നതോടെ പ്രശ്നം താൽക്കാലികമായി പരിഹരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷ. ടാങ്ക് നിറഞ്ഞാണ് കക്കൂസ് മാലിന്യം പുറത്തേക്ക് ഒഴുകുന്നത്. ഇതിനെതിരെ ശാശ്വതമായ നടപടികളാണ് ഉണ്ടാകേണ്ടത്. ഈ നടപടികൾക്ക് വേഗം വേണമെന്നാണ് ഉയരുന്ന ആവശ്യം. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. എന്നാലും കക്കൂസ് മാലിന്യം റോഡിലേക്ക് ഒഴുകി പരന്നെത്തുന്നത് ജനങ്ങൾക്ക് വലിയ ഭീഷണി ഉണ്ടാക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിരവധി പകർച്ചവ്യാധികൾക്ക് ഇത് കാരണമാകുമെന്ന ആശങ്കയുമുണ്ട്. ചില പ്രതികരണങ്ങളിലേക്ക് ഇനി.
ഇവിടെ വരുന്ന ആളുകൾ മൂക്ക് പൊത്തിയിട്ട് കൽപ്പറ്റ പട്ടണത്തെ വിലയിരുത്തുന്ന രീതിയിലേക്ക് ഈ ഭരണസമിതി കൊണ്ടുപോയി എന്നുള്ളതാണ്. ഇവിടെ നിൽക്കാനും യാത്രക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇവിടെ കച്ചവടം ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാണ്. 2 മാസം പൂട്ടിയിട്ട് ഒരു വണ്ടിയോ വാഹനങ്ങളോ ഇതിനുള്ളിൽ കയറിയിട്ടില്ല. ആ സമയത്തെ കച്ചവടം കാര്യങ്ങളൊക്കെ ഭയങ്കരമായ അബദ്ധത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. എത്രയെല്ലാം ജനങ്ങളാണ് ഇവിടെ പൊറുതിമുട്ടുന്നത്. ഒരു കച്ചവടക്കാർക്ക് മര്യാദയ്ക്ക് കച്ചവടം ചെയ്യാൻ കഴിയുന്നില്ല. മഴ പെയ്ത മേലത്തെ ടാങ്ക് ഉണ്ട് കക്കൂസിന്റെ, അതിലേക്ക് നേരെ വെള്ളം ഇറങ്ങിയിട്ട് ആ ടാങ്കിൽ നിന്ന് ഒലിച്ച് ഇതിന് അടിയിൽ കൂടെ വരുന്നതാണ്. ഇവിടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ സ്മെല്ലും അടിച്ചിട്ടാണ് നമ്മൾ ഇതുവരെ വണ്ടി ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓടുന്നത്. വളരെ അധികം ബുദ്ധിമുട്ടാണ് ഈ പറഞ്ഞ പൊതുജനങ്ങൾക്കും എല്ലാവർക്കും. ബസ് സ്റ്റാൻഡ് അടച്ചിട്ടത് കൊണ്ട് അതിന് പരിഹാരം കാണാൻ പറ്റില്ല. കക്കൂസ് അടച്ചിടുക, അല്ല അത്രയും ജനങ്ങൾ വന്നു പോകണം. ഇവിടെ ബസ് സ്റ്റാൻഡ് അടയ്ക്കുന്നത് വലിയ ജനങ്ങൾക്ക് ഭയങ്കര ഇതിനേക്കാളും ബുദ്ധിമുട്ടാണ് വരിക. എന്തായാലും ഇത് 1-2 ദിവസം മുൻപുള്ള പ്രശ്നങ്ങളല്ല, ഇത് ഏതാണ്ട് 1 വർഷമായുള്ള പ്രശ്നമാണ്. എന്നിട്ടും അധികാരികൾ ഇത് കാണുന്നില്ലേ, കണ്ടില്ലേ എന്നതാണ് ചോദ്യം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് ഇപ്പോൾ കടക്കുന്നു. ആലപ്പുഴ ചേർത്തലയിലെ ദുരൂഹതയേറ്റുന്ന തിരോധാന കേസുകളിൽ തെളിവെടുപ്പ് തുടരുകയാണ്. വീടിന്റെ പിറകിലെ കുളത്തിൽ നിന്ന് അസ്ഥികൾ കണ്ടെത്തി പ്രതി സെബാസ്റ്റ്യനുമായി പോലീസ് കോട്ടയത്തേക്ക് മടങ്ങി. നേരത്തെ പള്ളിപ്പുറത്തെ വീട്ടുവളപ്പിലെ തിരച്ചിലിൽ അസ്ഥിഭാഗങ്ങളും കൊന്തയും വസ്ത്രങ്ങളും കണ്ടെടുത്തിരുന്നു. റാഫി കരീം ആലപ്പുഴയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. റാഫി, സെബാസ്റ്റ്യനുമായി ഇപ്പോൾ അവിടെ നിന്നും പോലീസ് മടങ്ങി എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. പക്ഷേ കൂടുതൽ അസ്ഥിഭാഗങ്ങൾ കുളത്തിൽ നിന്ന് കണ്ടെടുത്തു എന്നൊരു പുതിയ വാർത്ത അല്പസമയം മുമ്പ് പുറത്തു വന്നിരുന്നു. അപ്പോൾ അടിമുടി ദുരൂഹതയാണ് ആ വീടും പറമ്പും. വിവരങ്ങൾ എന്താണ്? തീർച്ചയായും ഇപ്പോഴും പരിശോധന തുടരുകയാണ്. അല്പസമയം മുൻപാണ് സെബാസ്റ്റ്യനുമായി ക്രൈംബ്രാഞ്ച് സംഘം കോട്ടയത്തേക്ക് തിരിച്ചത്. കോട്ടയത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്കാണ് സെബാസ്റ്റ്യനെ കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോഴും ഈ വീടും പരിസരത്തുമുള്ള പരിശോധനകൾ ക്രൈംബ്രാഞ്ച് സംഘം ക്രൈംബ്രാഞ്ച് SP നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോഴും പരിശോധനകൾ തുടരുന്നത്. വീടിനകത്ത് വീട്ടിലെ പൊളിച്ചുള്ള പരിശോധനയും തുടരുന്നുണ്ട്. ഗ്രാനൈറ്റ് പൂർണ്ണമായും വീടിന്റെ അകത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അവിടുത്തെ മണ്ണ് മാറ്റിയുള്ള പരിശോധനയാണ് നടക്കുന്നത്. ഈ മണ്ണ് മാറ്റി വീടിന്റെ അകംവശം പൂർണ്ണമായും പരിശോധന നടത്തേണ്ടതുണ്ട്. ആ പരിശോധനയും രാത്രിയിൽ ഉണ്ടാകും. ഒപ്പം തന്നെ വീടിന് പരിസരത്തുള്ള കുളത്തിൽ നിന്നാണ് ഇപ്പോൾ ഒരു അസ്ഥിയുടെ ഭാഗം കണ്ടെത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ നടത്തിയ പരിശോധനയിൽ വിവിധ ഇടങ്ങളിൽ നിന്ന് ശരീരത്തിന്റെ അസ്ഥിഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും ഈ അസ്ഥികൾ ഇന്ന് പൂർണ്ണമായും ശേഖരിച്ചിട്ടുണ്ട്. ശാസ്ത്രീയ പരിശോധനകൾ നടത്തുക എന്നുള്ളതാണ് ഘട്ടമുള്ളത്. ഇപ്പോൾ ഈ കുളത്തിൽ നിന്ന് റാഫി കരീമാണ് ആലപ്പുഴയിൽ വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ശബ്ദത്തിൽ വ്യക്തത കുറവുണ്ട് റാഫി. എന്തായാലും ഏറ്റവും ഒടുവിൽ ലഭിച്ച വിവരങ്ങൾ കുളത്തിൽ നിന്നും കൂടുതൽ അസ്ഥിഭാഗങ്ങൾ കണ്ടെത്തി എന്നുള്ളതാണ്. നിലവിൽ അവിടെ നിന്നും പ്രതി സെബാസ്റ്റ്യനെയും കൊണ്ട് പോലീസ് മടങ്ങിയിട്ടുണ്ട്. പക്ഷേ പരിശോധന അത് രാത്രിയായാലും തുടരുമെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം അറിയിച്ചിരിക്കുന്നത്. പതിറ്റാണ്ടുകൾ കാത്തിരുന്ന് തൃശൂർ വരന്തരപ്പള്ളിക്കാർക്ക് കച്ചേരിക്കടവിൽ ഒരു പാലം കിട്ടി. 1ഉം 2ഉമല്ല, ചെലവ് 5 കോടിയാണ്. പക്ഷേ ആശ്വസിക്കാൻ വകയില്ല. അതിന് കാരണമുണ്ട്. പാലത്തിലേക്ക് നല്ലൊരു അപ്രോച്ച് റോഡില്ല. പാലത്തിലെത്തിയിട്ട് വേണമല്ലോ പാലം കടക്കാൻ. അപ്പോൾ അതില്ല. അതാണ് വലിയ പ്രശ്നം. 6 വർഷമായിട്ടുള്ള അവഗണനയുടെ ആ വാർത്തയിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കെ ഭരണാനുമതി നൽകിയ പാലം 19 വർഷങ്ങൾക്കിപ്പുറം പാലം യാഥാർത്ഥ്യമായെങ്കിലും ഇന്നും ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല. അതിനിടയിലാണ് കുപ്പിക്കഴുത്തു പോലുള്ള റോഡ് ഒരു നാടിന് ദുരിതയാത്ര സമ്മാനിക്കുന്നത്. പാലത്തിനായി പതിറ്റാണ്ടോളം കാത്തിരുന്ന നാട്ടുകാർ ഇപ്പോൾ അപ്രോച്ച് റോഡ് വികസനത്തിന് വേണ്ടിയും കാത്തിരിക്കുകയാണ്. 2017 5 കോടി രൂപ ചിലവിൽ കുറുമാലിപ്പുഴയ്ക്ക് കുറുകെയുള്ള വരന്തരപ്പള്ളിക്കടുത്തെ കച്ചേരിക്കടവ് പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായത്. പാലം വേണമെന്നത് നാട്ടുകാരുടെ ദീർഘകാലമായ ആവശ്യമായിരുന്നു. എന്നാൽ പാലം പൂർത്തിയായതോടെ റോഡില്ലാ പാലം എന്ന പേരും ലഭിച്ചു. പാലം നിർമ്മിച്ച 7 വർഷം കഴിഞ്ഞിട്ടും പൂർണ്ണമായും അപ്രോച്ച് റോഡ് നിർമ്മിക്കാനായില്ല. കുണ്ടും കുഴിയും താണ്ടി വേണം പാലത്തിലെത്താൻ. ജീവൻ പണയം വെക്കേണ്ട സ്ഥിതിയാണ്. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ ഈ 19 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ വികസനമാണ് ഈ പാലം. പാലം പൂർത്തിയായിട്ട് 5 വർഷം കിടന്നു അപ്രോച്ച് റോഡ് ഇത്രയെങ്കിലും ചെയ്യാൻ. എന്നാൽ ഇത്ര ചെയ്തു. 19 വർഷം കൊണ്ട് ഉണ്ടാക്കിയ റോഡാണ് ഇവിടെ വരെ. ഇവിടുന്ന് പൗണ്ടിന്റെ അവിടേക്ക് ഏകദേശം 700 മീറ്റർ ഉള്ളൂ ഈ വരന്തരപ്പള്ളി പഞ്ചായത്തിന്റെ ഏറ്റവും വലിയ വികസനം. ഇതൊന്ന് പൂർത്തീകരിക്കാൻ 700 മീറ്റർ റോഡ് പൂർത്തീകരിക്കാൻ ഇവരെന്താ എഫർട്ട് എടുക്കാത്ത? കച്ചേരിക്കടവ് മുതൽ പൗണ്ട് മുപ്ലിയം വരെ 700 മീറ്റർ ദൂരമാണ് വികസിപ്പിക്കേണ്ടത്. അപ്രോച്ച് റോഡിനായി സ്ഥലം വിട്ടു നൽകാൻ നാട്ടുകാർ തയ്യാറാണ്. പക്ഷേ ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ ആളില്ലെന്നതാണ് പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നത്. ഇവിടെ CPI പ്രസിഡന്റാണ് ഇപ്പോൾ പഞ്ചായത്തിലുള്ളത്.
CPM-ഉം അവരും തമ്മിലാണ് LDF എന്നുള്ള ലെവലിൽ. പക്ഷേ LDF-ൽ നിന്ന് CPI വിട്ടു നിൽക്കുകയാണ്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇതിൽ എഫർട്ട് ഇടാത്തത്. കാരണം അവർ തമ്മിലുള്ള തർക്കങ്ങളായിരിക്കാം ഈ റോഡ് പൂർത്തീകരിക്കാത്തതിന് കാരണമാവാൻ എനിക്ക് സാധ്യത തോന്നുന്നുണ്ട്. കാരണം അല്ലെങ്കിൽ ഈ പഞ്ചായത്തിന് ഈ 2 സൈഡിലുള്ള ആൾക്കാർ ഈ റോഡ് വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. കാരണം കാലത്ത് നേരത്തെ അവർക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഈ റോട്ടിൽ കൂടെ പോകാൻ പറ്റില്ല. ഫുള്ള് ബ്ലോക്കാണ്. ടൗണിൽ ചെന്ന പോലത്തെ ബ്ലോക്കാണ് ഈ ചെറിയ റോട്ടിൽ. കാരണം അത്രയും പേരുത്ത വാഹനങ്ങൾ ഈ വഴി കൂടെ പോണേ. മുപ്ലിയം, കൊടകര, പുതുക്കാട്, കോടാലി, വെള്ളിക്കുളങ്ങര, പാലപ്പള്ളി തുടങ്ങിയ മേഖലകളിലുള്ളവർക്ക് വികസനം കൂടുതൽ ഗുണകരമാകും. സ്ഥലം വിട്ടു നൽകാൻ ജനങ്ങൾ തയ്യാറാണ്. കുണ്ടും കുഴിയും ചാടിയുള്ള ഈ കുപ്പിക്കഴുത്തിലൂടെയുള്ള യാത്രയ്ക്ക് അറുതി വരുത്തണമെന്നതാണ് പൊതുജനങ്ങളുടെ ആവശ്യം. തൃശ്ശൂരിൽ നിന്നും സൂരജ് സജി, 24. പൊതുജനം കഴുതയല്ല സാർ. അപ്പൊ കണ്ടല്ലോ, 5 കോടി ചിലവിൽ വിശാലമായ പാലമായി. പക്ഷേ അപ്രോച്ചുകളുടെ വികസനമാണ് പ്രശ്നം. സ്ഥലം വിട്ടുകൊടുക്കാൻ ജനങ്ങൾ തയ്യാറാണ്. പക്ഷേ പിന്നെയും എന്തുകൊണ്ടാണ് അത് ചെയ്യാൻ കഴിയാത്തതെന്ന ചോദ്യമാണ്. നിലവിൽ ജീവൻ കയ്യിൽ പിടിച്ച് തകർന്ന റോഡ് താണ്ടി വേണം ഈ പാലത്തിലേക്ക് എത്താൻ എന്നതാണ് വാസ്തവം. ജനങ്ങൾക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്, കേൾക്കാം. ഇവിടുന്ന് അങ്ങോട്ട് റെഡിയല്ല. മെയിൻ റോഡ് പണി റെഡിയായി. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് പൗണ്ട് വരെ വീതി കൂട്ടും വേണം. സ്ഥലം വിട്ടുവെക്കാൻ എല്ലാവരും തയ്യാറാണ്. പിന്നെ അവർ ചെയ്യുന്നില്ല, എന്ത് ചെയ്യുന്നു? ഈ റോഡ് വളരെ മോശമായ ഒരു അവസ്ഥയിലാണ്. കുണ്ടും കുഴിയും 2 വീലറുകാർക്കാണെങ്കിലും സ്കൂൾ ബസ്സുകാരാണെങ്കിലും വളരെയധികം ബുദ്ധിമുട്ടിയിട്ടാണ് ഈ വഴിയിൽ കൂടി യാത്ര ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്രയോ ബാക്ക് എടുത്ത് വേണം പോകാൻ. ബാക്കി റോഡ് നന്നായതുകൊണ്ട് കാര്യമില്ല. ഇവിടെ വീതി വെച്ച് റോഡ് ബസ് പോകാന്നുള്ള കണ്ടിട്ടുണ്ടെങ്കിലും ഇവിടെ അങ്ങോട്ടുള്ള 700 മീറ്റർ റോഡ് പൗണ്ട് വേലുപ്പാടം എന്ന് പറഞ്ഞ പരന്തരപ്പള്ളി സെക്ഷനിലേക്കുള്ള വഴി വീതി കൂട്ടാതെ സ്ഥലം കൊടുക്കാൻ ഇവിടെ എല്ലാ ആൾക്കാരും തയ്യാറാണ്. ഇത് പണിത് 5 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ കൊല്ലം അപ്രോച്ച് റോഡ് ഉണ്ടായത്. ഇത് പഞ്ചായത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെയേറെ ഈ ജനങ്ങളുടെ യാതൊരു സഹകരണക്കുറവുകൊണ്ടുമല്ല ഈ വഴി നന്നാവാത്തത്. മറ്റൊരു വാർത്തയിലേക്ക്. മഴക്കാലമാണ്, നമുക്കറിയാം. പതിവിൽ നിന്നും വ്യത്യസ്തമായി അസാധാരണമായി ശക്തമായ മഴ ഓരോ ദിവസവും പലയിടങ്ങളിലായി പെയ്യുന്നു എന്ന വാർത്ത വരുന്നുണ്ട്. കോഴിക്കോട് അറപ്പുഴ പാലത്തിന് സമീപം പുഴയോരം വ്യാപകമായി ഇടിഞ്ഞതിനെ തുടർന്ന് ആശങ്കയിലാണ് അവിടുത്തെ നിരവധി കുടുംബങ്ങൾ. സ്വകാര്യ വ്യക്തികളുടെയും പുറമ്പോക്ക് ഭൂമിയും ഒക്കെയാണ് ചാലിയാറിലേക്ക് പതിച്ചത്. ഇനിയും ഇടിയാൻ സാധ്യതയുണ്ട് എന്നത് ഭീതി ഇരട്ടിയാക്കുന്നുണ്ട്. രാത്രിയിലാണ് വലിയ ശബ്ദത്തോടെ പുഴയോരം ഇടിഞ്ഞു വീണത്. തെങ്ങ് ഉൾപ്പെടെ നിരവധി മരങ്ങളും പുഴയിലേക്ക് പതിച്ചിട്ടുണ്ട്. പുഴയോരം ഇടിഞ്ഞത് തൊട്ടടുത്ത വീടുകൾക്ക് വലിയ ഭീഷണിയാണ്. കൂടാതെ പുഴയോരത്തെ മറ്റു ഭാഗങ്ങളിലും വ്യാപകമായി വിള്ളൽ വീണിട്ടുണ്ട്. ഈ ഭാഗങ്ങൾ ഏതു നിമിഷവും വീഴാവുന്ന സ്ഥിതിയിലാണ്. ഞങ്ങൾ അറപ്പുഴ ചാലിയാറിന്റെ ഭാഗത്താണ് താമസിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് കാലങ്ങളായിട്ട് ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. നമുക്ക് വെള്ളപ്പൊക്കം വന്ന സമയത്താണെങ്കിലും ഒന്നും ഈ മണ്ണിടിച്ചിലും ഈ വെള്ളം നമ്മളുടെ ഭൂമിയൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം പെട്ടെന്ന് ഇന്നലെ രാത്രിയാണ് ഒരു ശബ്ദം കേട്ട് നമ്മൾ വന്ന് നോക്കിയപ്പോൾ നമ്മളുടെ പുറമ്പോക്ക് ഭാഗവും നമ്മളെ പറമ്പിൻ്റെ ഒരുപാട് ഭാഗവും നഷ്ടപ്പെട്ടു ഇന്നലെ രാത്രി. ഇതിൽ നമ്മുടെ ഒരുപാട് തെങ്ങുകളും നമ്മുടെ വാഴത്തോപ്പുകളും ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പം അതെല്ലാം നമ്മളുടെ ഈ ഒരുപാട് വിള്ളൽ കാണുന്നുണ്ട്. ഈ ഭാഗത്തേക്കൊക്കെ വീടിൻ്റെ ഭാഗത്തേക്കും പറമ്പിലും ഒക്കെ ആയിട്ട് ഒരുപാട് വിള്ളലുകൾ കാണുന്നുണ്ട്. ഇനിയിപ്പം 2 ദിവസം കൂടെ നല്ല രീതിയിൽ മഴയും കാറ്റും ശക്തമായി കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭാഗം കൂടി ഇടിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പുഴയോരം ഇടിഞ്ഞതോടെ നാട്ടുകാർ ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിൽ പരാതി നൽകിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. മഴ കനത്താൽ ഇനിയും ഇടിയാനുള്ള സാധ്യത ഏറെയാണ്. വലിയ അപകടമുണ്ടാകും മുമ്പ് പുഴയോരത്ത് സംരക്ഷണ ഭിത്തി കെട്ടണം എന്ന ആവശ്യമാണ് പ്രദേശവാസികൾ ഉന്നയിക്കുന്നത്. കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ്, 24. പൊതുജനം കഴുതയല്ല സാർ. സമീർ, ഏറ്റവും ഒടുവിൽ പറഞ്ഞതുപോലെ ഈ മഴ കനക്കുമ്പോഴാണ് ഈ ആധി കൂടുന്നത്. നോക്കാം എന്താണ് അവിടുത്തുകാർ പറയുന്നത്. ഇവിടെ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ഇടിച്ചിൽ ഇത്രയും കാലമായിട്ട് ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇടിച്ചിൽ ഉണ്ടാകുന്നത്. ഇതിന് മുമ്പൊക്കെയുള്ള ഇടിച്ചിൽ എന്ന് പറഞ്ഞാൽ ഓരോ മഴ വരുന്ന സമയത്ത് കുറേശ്ശെ അങ്ങനെ ഇടിഞ്ഞു പോകാറുണ്ട്. അപ്പോൾ അതൊന്നും നമ്മളങ്ങനെ ശ്രദ്ധിക്കാറുമില്ല. അപ്പോൾ ഇതിപ്പോൾ വല്ലാത്തൊരു ഭീഷണിയായിട്ടാണ് ഇപ്പോൾ നമ്മൾ ഇതിനെ കാണുന്നത്. ഏത് നിമിഷം ഇനിയും മഴ പെയ്ത് കഴിഞ്ഞാൽ ഇത് ഇനിയും ഇങ്ങനെ ഇടിഞ്ഞ് തീരുന്നൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ ഞങ്ങളൊക്കെ ചെറുതാകുന്ന സമയത്ത് ഒരു 20 മീറ്ററോളം പുറത്തേക്കായിട്ടായിരുന്നു മണലൊക്കെ ഉണ്ടായിരുന്നത്. അതിങ്ങനെ ഇടിഞ്ഞിപ്പോൾ തീർന്ന് ഭൂമിയുടെ അപ്പം നമ്മളൊക്കെ ആധാരത്തിലുള്ള ഭൂമിയാണ് ഇപ്പോൾ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പൊതുജനം കരുതൽ സാർ എന്ന പരിപാടിയുടെ ഇന്നത്തെ അധ്യായം പൂർത്തിയാവുകയാണ്. കൂടുതൽ ജനകീയ വിഷയങ്ങളുമായി നാളെ ഇതേ സമയം. ഇനി 24 റൗണ്ട് അപ്പിന്റെ സമയം. പ്രവിത ലക്ഷ്മിജനും പ്രേക്ഷകർക്കൊപ്പം.